ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് ചാപ്റ്റർ 2 ആണ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. എന്താണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ലോജിസ്റ്റിക്സ് നമുക്കറിയാം, ഫ്ലോ ഓഫ് ഗുഡ്സ് ഫ്രം ഫാക്ടറി ടു എൻഡ് കസ്റ്റമർ. ഫാക്ടറിയിൽ നിന്നും ഗുഡ്സ് എൻഡ് കസ്റ്റമറിലോട്ട് പോകുന്നതിനെയാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഫാക്ടറിയിൽ നിന്നും ഗുഡ്സ് എൻഡ് കസ്റ്റമറിലോട്ട് പോകണമെങ്കിൽ ഫാക്ടറിയിൽ പ്രൊഡക്ഷൻ നടക്കണം. ഈ ഫാക്ടറിയിൽ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ അവിടെ എന്ത് ആവശ്യമാണ്? റോ മെറ്റീരിയൽ ആവശ്യമാണ്. അപ്പൊ റോ മെറ്റീരിയൽ പല സ്ഥലങ്ങളിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് അക്വയറിംഗ് റിസോഴ്സ് ഫ്രം ഡിഫറെന്റ് ഏരിയ, അതിന് നമുക്ക് എന്ത് പറയാം? സപ്ലൈ ചെയിൻ എന്ന് പറയാം, അല്ലെ? റിസോഴ്സ് ഡിഫറെന്റ് ഏരിയയിൽ നിന്നും അക്യൂർ ചെയ്യുന്നതിനെ നമ്മൾ and management of seamless value added process across national boundaries to meet the real need of the end customer. അതായത് എൻഡ് കസ്റ്റമറിന്റെ നീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്രഹങ്ങൾ. ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടോ അതിനെയാണ് നമ്മൾ നീഡ് എന്ന് പറയുന്നത്. അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വാല്യൂ ആഡഡ് പ്രോസസ്സും പിന്നെന്താണ് പ്രോസസ്സും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? മീറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് മറ്റൊരു ഡെഫിനിഷൻ കൂടി പറയാം. അക്വയറിംഗ് റിസോഴ്സ് ഫ്രം ഡിഫറന്റ് ഏരിയ അല്ലെങ്കിൽ ഡിഫറന്റ് സോഴ്സസ്. പല സോഴ്സസിൽ നിന്നും റിസോഴ്സ് അക്യൂർ ചെയ്യുന്നതിനെ നമുക്ക് എന്ത് പറയാം? സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയാം. മനസ്സിലായില്ലേ? ഇതൊരു മാനേജീരിയൽ ആക്ടിവിറ്റിയാണ്. ഇനി ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഒന്ന്, നമ്മളിപ്പോ നോക്കിയാൽ നല്ല സ്ഥലങ്ങളിൽ നിന്നും ബൾക്കായിട്ട് റോ മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഇൻവെന്ററി കോസ്റ്റ് അവിടെ കുറയ്ക്കാനായിട്ട് പറ്റും. രണ്ട്, അവിടെ പറയുന്നത് എന്താണ്? ഇവിടെ പറയുന്നത് നോക്കിയേ, enable dissemination of information effectively between various partners. കണ്ടോ, നമുക്ക് ഒരുപാട് പാർട്ട്നേഴ്സിനെ നമ്മുടെ നെറ്റ്വർക്കിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ശരിയല്ലേ? ഇപ്പൊ നമുക്ക് ഇവിടെ എന്ത്, ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് ഈസ്റ്റേൺ കറി പൗഡർ. ഈസ്റ്റേൺ കറി പൗഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ 1 സ്പൈസസ് കമ്പനിയാണ്, ഇല്ലേ? ചില്ലീസ് ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന നമ്പർ 1 സ്പൈസസ് കമ്പനിയാണ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? നമുക്ക് കേരളത്തിലുള്ള അല്ലെങ്കിൽ ചില്ലി പ്രൊഡ്യൂസ് ചെയ്യുന്ന, മുളക് പ്രൊഡ്യൂസ് ചെയ്യുന്ന കച്ചവടക്കാരെ കൊണ്ട് മാത്രം ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? രാജ്യത്തിലെ മറ്റുള്ള കർഷകരെ കൂടി കണ്ടുപിടിക്കണം. അപ്പൊ അവരെ കൂടി നമ്മുടെ നെറ്റ്വർക്കിലോട്ട് ആഡ് ചെയ്യണം. അതാണ് അവിടെ പറയുന്നത്, വേരിയസ് പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യുന്നു? നമ്മുടെ നെറ്റ്വർക്കിലോട്ട് എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. പിന്നെ അടുത്ത് എന്താ പറയണേ? ഇറ്റ് ആൾസോ ഹെൽപ്പ് ആൻ ഓർഗനൈസേഷൻ എൻഹാൻസിങ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ബൈ മേക്കിംഗ് ഓൺ ടൈം ഡെലിവറി. എന്ത് ചെയ്യുന്നു? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യുക? ഉറപ്പുവരുത്തുക. കൃത്യസമയത്ത് എത്തിച്ചു കൊടുക്കുന്നതിലൂടെ, പ്രോഡക്റ്റ് കൃത്യസമയത്ത് എത്തിക്കണമെങ്കിൽ അവിടെ എന്ത് നടക്കണം? പ്രൊഡക്ഷൻ നടക്കണം. പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമാണ്? സപ്ലൈ ചെയിൻ ആവശ്യമാണ്. മനസ്സിലായോ? അപ്പൊ നോക്കിയേ, പ്രോഡക്റ്റ് കറക്റ്റ് സമയത്തിൽ എത്തിച്ചു കൊടുക്കുന്നതിലൂടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാനായിട്ട് പറ്റും. പിന്നെ അടുത്ത് എന്താ പറയുന്നത്? നമ്മളെല്ലാ പാർട്ട്നേഴ്സും, നമുക്ക് ഗുഡ്സ് ഡെലിവർ ചെയ്യുന്ന എല്ലാ പാർട്ട്നേഴ്സും ഒരു കുടക്കീഴിൽ വർക്ക് ടുഗദർ, അല്ലേ? ഒരു കുടക്കീഴിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. കാരണം അവരെ പ്രോഡക്റ്റ് നമ്മൾ എടുക്കുകയാണ്. അപ്പൊ അവര് നമ്മുടെ ഒപ്പം നിന്ന് വർക്ക് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യുന്നു? നമ്മുടെ എഫിഷ്യൻസി ഒക്കെ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതാണ് അവിടെ പറയുന്നത്. എന്താണ്? എഫിഷ്യൻസി ഒക്കെ എന്ത് ചെയ്യുന്നു? അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് സപ്ലൈ ചെയിനിന്റെ ഇമ്പോർട്ടൻസ്. പിന്നെ ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന എന്തിനാ? സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് നമ്മൾ കൊണ്ടുവരുന്ന എന്തിനാ? കട്ട് ഡൗൺ ഓൺ കോസ്റ്റ്. കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? പ്രൊക്യൂറിംഗ് ആൻഡ് മാനുഫാക്ചറിങ്ങിനാണ്. ഗുഡ്സ് എന്ത് ചെയ്യുന്നു? കോസ്റ്റ് കുറച്ച് പ്രൊക്യൂർ ചെയ്യുക, പ്രൊഡക്ഷൻ നടത്തുക. ഡൗട്ട് ഉണ്ടോ ഫസ്റ്റ് പേജില്? ഇല്ല. ഇവിടെ നോക്കിയാൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറിന് എന്ത് ചെയ്യുക? വാല്യൂ ക്രിയേറ്റ് ചെയ്യുക. അതാണ് ഇവിടെ പറയുന്നത്, ക്രിയേറ്റ് വാല്യൂ ഓഫ് വാല്യൂ ഫോർ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന്റെ വാല്യൂ ക്രിയേറ്റ് ചെയ്യുക. കസ്റ്റമേഴ്സിന് നമുക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റും അതെല്ലാം കൊടുക്കുക. നല്ല പാക്കേജിങ്, നല്ല പ്രോഡക്റ്റ്, നല്ല നെയിം, അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കൊടുക്കാനായിട്ട് പറ്റണം. പിന്നെ ഇൻക്രീസ് ഓർഗനൈസേഷണൽ റെസ്പോൺസീവ്നെസ് ടുവേർഡ്സ് ചേഞ്ച്. ഓക്കെ, ആവശ്യമുള്ള ചേഞ്ചസ് ഒക്കെ വരുത്തുക. റോ മെറ്റീരിയൽ കിട്ടുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ സപ്ലൈ ചെയിൻ എത്രത്തോളം എഫിഷ്യന്റ് ആണോ അതനുസരിച്ചിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ഓർഗനൈസേഷനിൽ കൊണ്ടുവരാനായിട്ട് പറ്റും.
കൃത്യമായിട്ടുള്ള സപ്ലൈ ചെയിൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ എഫിഷ്യന്റ് ഫ്ലോ ഓഫ് ഗുഡ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഓർഗനൈസേഷന്റെ റിസ്ക് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ അടുത്ത് എന്താ പറയുന്നത്? എൻഹാൻസ് കോസ്റ്റ് എഫിഷ്യൻസീസ്. കോസ്റ്റ് എന്ത് ചെയ്യണം? കുറയ്ക്കണം. അതാണ് അവിടെ പറയുന്നത്. എൻഹാൻസ് കോസ്റ്റ് എഫിഷ്യൻസീസ്. കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, റവന്യൂ കൂട്ടാൻ പറ്റും, ക്വാളിറ്റി കൂട്ടാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു കേസ് സ്റ്റഡി ഉണ്ട്, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. നോക്കിക്കോ. Whirlpool is one of the pioneering American multinational organizational having 70 manufacturing units and various reach centers throughout the globe. Okay. വേർപൂൾ കമ്പനി നിങ്ങൾക്ക് അറിയാലോ, ഭയങ്കര പാരമ്പര്യമായിട്ടുള്ള ഒരു കമ്പനിയാണ്, ഒരു അമേരിക്കൻ കമ്പനിയാണ്. അവർക്കൊരു 70 മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. വേർപൂൾ മാനുഫാക്ചേഴ്സ് ഇലക്ട്രോണിക് അപ്ലയൻസസ് ഫോർ ഹൗസ് ഹോൾഡ് യൂസ്. അതായത് വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇലക്ട്രോണിക് അപ്ലയൻസ് ഉണ്ടാക്കുക എന്നതാണ് വേർപൂളിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലിസ്റ്റഡ് ദ ഫോർച്യൂൺ ടോപ്പ് 500 companies with an annual revenue of approximately 19 billion. ഓക്കെ, ഇത് ഫോർച്യൂൺ എന്ന് പറയുന്ന ഒരു മാഗസീൻ ആദ്യത്തെ 500 ടോപ്പ് 500 കമ്പനികളിൽ വേർപൂളിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. However, in 2000, the performance level of Whirlpool tumbled against the regular standard. അല്ലേ? The current supply chain network proved to be incapable to meet satisfactory level. അതായത് വേർപൂളിന്റെ പെർഫോമൻസ് ലെവല് ഒന്ന് താഴോട്ട് വന്നു. അവരുടെ റെഗുലർ സ്റ്റാൻഡേർഡ് അനുസരിച്ച് വേർപൂൾ എന്ന് പറയുന്ന കമ്പനിയുടെ പെർഫോമൻസ് ലെവൽ താഴോട്ട് വന്നു. വേർപൂൾ നിങ്ങൾക്ക് അറിയാം, ഞങ്ങളുടെ വീട്ടിൽ ഫ്രിഡ്ജൊക്കെ കാണും. അതിന് കാരണം അവരുടെ കറണ്ട് സപ്ലൈ ചെയിൻ, നിലവിലുള്ള സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക് വളരെ മോശം എന്നാണ് അതിന്റെ അർത്ഥം. There were many aberrations in the inventory level, material handling and the finished product quality that Whirlpool offers was degraded. Okay, വേർപൂളിന്റെ മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങും പിന്നെന്താണ് ഫിനിഷ്ഡ് പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഒക്കെ എന്ത് ചെയ്യുന്നു? താഴോട്ട് വരാനായിട്ട് തുടങ്ങി. The top management of Whirlpool released that it was a high time to bring about the change in the status quo. Okay, എന്താണ് ഈ ടോപ്പ് മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു? ഒരു തീരുമാനം എടുത്തു. നമുക്ക് തീർച്ചയായിട്ടും ഒരു ചേഞ്ച് വേർപൂളിൽ കൊണ്ടുവന്നേ പറ്റൂ. വലിയൊരു കമ്പനിയായിരുന്നു, ഇപ്പൊ എല്ലാം താഴോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. The management of Whirlpool analyzed and identified that the wide geographical location of Whirlpool was unable to fulfill the supply chain operations. അതായത് ആർക്ക് മനസ്സിലായി? വേർപൂളിന് മനസ്സിലായി എന്താണ്? വേർപൂൾ വലിയൊരു കമ്പനിയാണ്, അവർക്ക് വലിയൊരു ജിയോഗ്രഫിക്കൽ ഏരിയ എന്താണ് കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നിലവിലുള്ള സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക് വെച്ച് റോ മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്യാനും പറ്റൂല, ഫിനിഷ്ഡ് പ്രോഡക്റ്റ് കസ്റ്റമറിൽ എത്തിക്കാനും പറ്റൂല. Whirlpool supply chain management and IT department initiated the task of solving supply chain problem. അല്ലേ? വേർപൂൾ എന്ത് ചെയ്യുന്നു? ഈ സപ്ലൈ ചെയിൻ പ്രോബ്ലം എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അതിനു വേണ്ടിയിട്ട് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ടു എൻഹാൻസ് ദ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ക്വാളിറ്റി. അതിലൂടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എന്ത് ചെയ്യുക? കൂട്ടുക. വേർപൂൾ എന്ത് ചെയ്യുന്നു? ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. A problem that were troubling Whirlpool, such as material handling, packaging issue and transport, were dealt with by logistics. അപ്പൊ ലോജിസ്റ്റിക്സ് കൊണ്ടുവന്നതിലൂടെ വേർപൂളിന്റെ പാക്കേജിംഗ് ഇഷ്യൂ, ട്രാൻസ്പോർട്ട് ഇഷ്യൂ ഇതെല്ലാം എന്തായി? സോൾവ് ആയി. എഫിഷ്യന്റ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് and packaging ensured that the product do not lose their quality in transit. ഇല്ലേ? എന്താണ്? നല്ല ലോജിസ്റ്റിക്സ് മാനേജ്മെന്റും നല്ല സപ്ലൈ ചെയിൻ മാനേജ്മെന്റും ഉണ്ടെങ്കിൽ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി അവിടെ എന്ത് ചെയ്യുന്നില്ല? ലോസ് ആകുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. The transport function ensured the product reach their destination in time and the desired location. എന്ത് ചെയ്യുന്നു? പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു? ഡിസൈഡ് ലൊക്കേഷനിൽ എത്തിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? ഇതിന് പറ്റും. ലോജിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ റൈറ്റ് ടൈമില് എന്താണ് പ്രോഡക്റ്റ് എത്തിക്കാനൊക്കെ പറ്റും. അങ്ങനെ കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാം എന്ന് വേർപൂളിന് മനസ്സിലായി. ആഫ്റ്റർ സ്പാൻ ഓഫ് 4 months, 4 മാസങ്ങൾക്ക് ശേഷം വേർപൂളിന് മനസ്സിലായി ദ സപ്ലൈ ഇഷ്യൂ കംസ് ഡൗൺ കൺസിഡറബിളി ആൻഡ് ദ ഇൻവെന്ററി സിസ്റ്റം ഇംപ്രൂവ്ഡ്. എന്താണ്? സപ്ലൈ ചെയിന്റെ ഇഷ്യൂ പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു? താഴോട്ട് വന്നു. ഇൻവെന്ററി സിസ്റ്റം എന്ത് ചെയ്തു? ഡെവലപ്പായി. അല്ലേ? ഒരു ഇഷ്യൂ അവിടെ മാറിക്കിട്ടി. കസ്റ്റമറിന്റെ ഡിമാൻഡ് എന്ത് ചെയ്തു? അവിടെ കൂടാൻ തുടങ്ങി. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് സപ്ലൈ ചെയിനും ലോജിസ്റ്റിക്സും ഒരുമിച്ച് വന്നത് കൊണ്ടാണ്.
ലോജിസ്റ്റിക്സും സപ്ലൈ ചെയിൻ മാനേജ്മെന്റും തമ്മിലുള്ള ബന്ധമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയിൽ സപ്ലൈ ചെയിൻ വേണം. സപ്ലൈ ചെയിൻ ഉള്ള ഒരു കമ്പനിയിൽ എന്തും വേണം, എഫിഷ്യന്റ് ലോജിസ്റ്റിക്സും വേണം. ഓക്കെ, ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ തന്നെയാണ്. അടുത്ത ലൈവ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വാട്ട് വേർ ദ കീ ഇഷ്യൂസ് ഇൻ വേർപൂൾ? വേർപൂളിന്റെ കീ ഇഷ്യൂസ് ഇവിടെ എന്തായിരുന്നു? ഓക്കെ, സപ്ലൈ ചെയിൻ പ്രോബ്ലം ഇൻ വേർപൂൾ. എന്തായിരുന്നു വേർപൂളിന്റെ സപ്ലൈ ചെയിൻ പ്രോബ്ലം? ഓക്കെ, വിച്ച് പ്രോബ്ലം ഡെൽറ്റ് ഇൻ ബൈ ലോജിസ്റ്റിക്സ് ഇൻ വേർപൂൾ? ലോജിസ്റ്റിക്സ് വേർപൂളിൽ എന്ത് പ്രോബ്ലം ആണ് എന്ത് ചെയ്തത്, മാറ്റിക്കൊടുത്തത്? വാട്ട് ഡിഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് പാക്കേജിംഗ് എൻഷുർ? മെറ്റീരിയൽ ഹാൻഡ്ലിംഗും പാക്കേജിങ്ങും എന്താണ് ഇവിടെ എൻഷുർ ചെയ്യുന്നത്? നല്ല മെറ്റീരിയൽ ഹാൻഡ്ലിംഗും പാക്കേജിംഗും കൊണ്ടുവന്നാൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നതിലൂടെ മനസ്സിലാക്കേണ്ട കുറച്ച് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങള് ഇവിടെ നോക്കിക്കേ. ഒന്ന്, ലോജിസ്റ്റിക്സും സപ്ലൈ ചെയിൻ മാനേജ്മെന്റും പരസ്പരം ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഏതൊക്കെയാണ്? ലോജിസ്റ്റിക്സും പിന്നെന്താണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റും, SCM. ഓക്കെ, ഇത് പരസ്പരം ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഫ്രം ഫ്രം ഫാക്ടറി ടു എൻഡ് കസ്റ്റമർ. ഗുഡ്സ് ഫാക്ടറിയിൽ നിന്നും എൻഡ് കസ്റ്റമറിലോട്ട് മൂവ് ചെയ്യിപ്പിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. SCM സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊക്യൂറിംഗ് റിസോഴ്സ് ഫ്രം ഡിഫറന്റ് ഏരിയ. അതുപോലെ തന്നെ കൺസ്യൂമറിന് പ്രോഡക്റ്റ് എത്തിക്കുന്നത് സപ്ലൈ ചെയിൻ ആണ്. കൺസ്യൂമറിന് പ്രോഡക്റ്റ് റൈറ്റ് ടൈമിൽ എത്തിക്കുന്നത് ലോജിസ്റ്റിക്സും ആണ്. അതേ ടൈം തന്നെ കൺസ്യൂമറിന്റെ ഡിമാൻഡ് നഷ്ടപ്പെടാതെ എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാനായിട്ട് പറ്റുന്നത് എന്ത് തന്നെയാണ്? സപ്ലൈ ചെയിൻ മാനേജ്മെന്റുമാണ്. രണ്ടും ഒരേ കൺസെപ്റ്റ് ആണ്. സപ്ലൈ ചെയിൻ കുറച്ചൊരു വളരെ വലിയ വൈഡർ നെറ്റ്വർക്ക് ആണ്. അതിൽ എന്തുകൂടി ഉൾപ്പെടുത്തണം? ലോജിസ്റ്റിക്സ് കൂടി ഉൾപ്പെടുത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് പൂർണ്ണമായിട്ട് അത് എഫിഷ്യന്റ് ആവുന്നത്. അപ്പൊ നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യണം കേട്ടോ. ഡിസ്കസ് ചെയ്തിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. അടുത്ത ലൈവ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.